ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ക്യൂട്ടായിട്ടുള്ളൊരു 5 ഹെയർ സ്റ്റൈൽസ് കാണിച്ചു തരാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിലുള്ള ടൂൾസ് ഒക്കെ നമ്മൾ എപ്പോഴും സെറ്റാക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ബൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു ബണ്ണാണ്. നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കി നോക്കാം. ഇതിനായിട്ട് നമ്മൾ ചീർപ്പ് എടുക്കുക, സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക എന്നല്ല ഇടുക. സെൻറ്റർ പാർട്ടീഷനാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മുടിയിട്ടില്ലേ, അതേപോലെ പൊക്കി ഒന്ന് മുടിയിട്ട് രണ്ട് വശത്തായിട്ട് ഓരോ സൈഡായിട്ട്. അപ്പം ഞാൻ പൊക്കി കെട്ടാൻ പോവുകയാണ്. ഇങ്ങനെ കെട്ടാൻ നേരം നമ്മളിതിങ്ങനെ ഫുള്ളായിട്ട് എടുക്കരുത്. അവസാനം വരുന്നത് ഇത് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇപ്പുറ സൈഡ് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാവേ. ഇനി ഇത് രണ്ടും കൂടി നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് ഇവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാനാണ് ആ ചേച്ചി പറയുന്നത്. നമുക്കങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഇത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഫൈനൽ ഹെയർ സ്റ്റൈൽ വരുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ക്ലോ ക്ലിപ്പിന് പകരം നിങ്ങൾക്ക് നല്ല ഫ്ലവർ പോലെ ഇരിക്കുന്നതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിനെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തള്ളച്ചി ലുക്കിനൊന്നും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഒരു കാരണം വെച്ചാലും ചെയ്യില്ല. നമുക്ക് ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഗേൾസ് ഉണ്ടല്ലോ, കുഞ്ഞി കുട്ടികൾക്ക്, പ്രീ സ്കൂളേഴ്സിന്, അങ്ങനെയുള്ളവർക്കും, പിന്നെ അത്യാവശ്യം ആ ഒരു രീതിയിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മളെ കൊറിയൻ സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇടുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര സെക്യൂർ ആണ് കേട്ടോ. അതുണ്ടോ, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സേഫായിട്ട് നിന്നോളും, നല്ല ക്യൂട്ടുമാണ്. പക്ഷെ എല്ലാ ഡ്രസ്സസിൻ്റെ കൂടെയും സ്യൂട്ടാവില്ല. ശരിക്കും ഒരു മിനി മൗസിൻ്റെ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ എൻ്റെ തല. ഭയങ്കര ക്യൂട്ടാണ്, ശരിക്കും ഒരു ബോ പോലെയൊക്കെ ഉണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈല്. പക്ഷേ ആസ് ഐ സൈഡ് എല്ലാ ഡ്രസ്സസിൻ്റെയും കൂടി ഇത് ചേരില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള കൊറിയൻ പാറ്റേണിലുള്ള ഡ്രസ്സസിൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. എസ്പെഷ്യലി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരത്തൊക്കെ നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പം അമ്മമാരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അടുത്തതും വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്ലോ ക്ലിപ്പ് ബണ്ണാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ട ആർട്ടിക്കിൾസ് ഈ ഒരു ബണ്ണും ഈ ഒരു ക്ലോ ക്ലിപ്പും ആണ് കേട്ടോ. അപ്പം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാവേ. ഇനി ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിൽ തന്നെ കുറച്ച് താഴ്ത്തിയിട്ട് ലോ പോണിറ്റെയിലായിട്ട് ഹെയർ നന്നായിട്ട് ടൈറ്റിൽ ടൈ ചെയ്യുക കേട്ടോ. ടൈ ചെയ്യാൻ നേരത്തെ എപ്പോഴും കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ ടൈ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മളെ ഹെയറിൻ്റെ അതേ കളർ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ബ്രൗൺ കളറാണ്, അതുകൊണ്ട് തന്നെ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലോ ക്ലിപ്പ് ആയാലും കുറച്ച് ഭംഗിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പോൾ അത് ഇതേപോലെ കെട്ടി ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് ഹാഫായിട്ട് മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ. ബാക്കി വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് തന്നെ മടക്കിയിട്ട് ആ നടുഭാഗത്തായിട്ട് ശരിക്കും ഒരു ബോ പോലെ തന്നെ ഈ ഒരു ക്ലോ ക്ലിപ്പ് കുത്താൻ നേരത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഹെയർ ടൈ ബ്ലാക്കോ അല്ലെങ്കിൽ ഹെയറിൻ്റെ കളറോ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ ക്ലോ ക്ലിപ്പും നല്ലതാണെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും കാണാൻ. അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും ഇല്ലാണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഞാൻ മുറിച്ചിട്ടേക്കുന്നതാണ് കുറച്ച് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മെസ്സി ആയിട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെയും ബ്ലേസറിൻ്റെ കൂടെയും ഈവൻ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ ആയാലും കാഷ്വൽ ലുക്കിൻ്റെ കൂടെ ആയാലും എല്ലാത്തിനും കൂടി സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമ്മൾ 2 ബൺ ഹെയർ സ്റ്റൈലല്ലേ കണ്ടേ, ഇനി ഒരു ഓപ്പൺ ഹെയർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കണ്ടാലോ. അപ്പം അതിനുവേണ്ടി നമ്മൾ എഗെയിൻ ചെയ്യേണ്ടത് സെൻറ്റർ പാർട്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീർപ്പെടുക്കുക, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു പാർട്ട് ഹെയർ ഫ്രണ്ടിലേക്കാക്കുക, ബാക്കി ബാക്കിലേക്ക് ഇടുക. ഇവിടുന്ന് അതേപോലെ നമ്മൾ ഹെയർ എടുക്കുക, ബാക്കി ബാക്കിലേക്ക് ഇടുക. ബാക്കിലേക്ക് ഇട്ടതിന് ശേഷം ഇത്രയൊരു നമ്മുടെ ക്രൗൺ പോർഷനിലുള്ള ഒരു ഇത്രയും ഹെയർ ഉണ്ടല്ലോ, ഈ ഹെയർ നമ്മൾ
ബാക്കിൽ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ പൊക്കിയിട്ടൊന്ന് ബണ്ണ് പോലെ ഇവിടെ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന ഹെയറിനെ നമ്മൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടേക്ക് തന്നെ വിട്ടതിന് ശേഷം അടുത്ത ഭാഗം ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം ലൈക്ക് നമ്മൾ ഇവിടെയും ചെയ്യാം. രണ്ട് പാർട്ടായിട്ട് ഹെയറിനെ മാറ്റി അതിലൊരു പാർട്ട് ഈ മുകളിലെ പാർട്ട് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം അടിയിലത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പുറകിൽ ക്ലിപ്പ് കുത്തി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ കുത്തി വെച്ചേക്കുന്ന ക്ലിപ്പ് അഴിച്ചിടാൻ പോവുകയാണ് കേട്ടോ. ഒറ്റയടിക്ക് എനിക്ക് ശരിക്കും ഒരു വട്ട ഫേസായി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കര തലയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന മുടിയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊന്ന് ഫ്ലഫി ആക്കി വെക്കാനും അറ്റ് ദ സെയിം ടൈം ഫ്രണ്ടിലേക്ക് ഒട്ടും മുടി വീണ് ശല്യം ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ ഇൻവിസിബിൾ ആയിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് നല്ല കുർത്തീൻ്റെ കൂടെയും അല്ലാത്ത രീതിയിലും കാഷ്വലായിട്ട് ഫോർമലായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഹെയർസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിടാം, കുറച്ചും കൂടി ക്യൂട്ടാവാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ദ തേർഡ് ഹെയർ സ്റ്റൈൽ കേട്ടോ. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചാട്ടെ. ഇതേപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ അടുത്തത് വരുന്നത്. അതും ഈ ഫ്രണ്ട് മാത്രം നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ടില്ലാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാവേ. അതിന് വേണ്ടി നമുക്ക് ഈ സെൻറ്റർ പാർട്ടീഷൻ തന്നെയാണ് വേണ്ടത്. ഓൾറെഡി ഞാനത് എടുത്ത് വെച്ചേക്കുന്നതാണ്, കുഴപ്പമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പാർട്ട് ഹെയർ അത്യാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ സെക്യൂർ ചെയ്ത് വെക്കണം ബാക്കിൽ. ഇനി അതേപോലെ ഇപ്പുറ സൈഡിലും ഞാൻ സെക്യൂർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ലെയർ ഓഫ് ഹെയർ എടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ഫ്രണ്ട് മുതൽ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ബാക്കിൽ നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ഇത് ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ലെയർ ഓഫ് ഹെയർ, ഈ ഫ്രണ്ട് പോർഷനിലുള്ള ഇങ്ങനെ ഒരു ലെയർ ഹെയർ എടുക്കുക. എടുത്തതിന് ശേഷം ഇത് നേരെ ഇതിൻ്റെ മണ്ടയിലേക്ക്, ഓക്കെ, ഈ നേരത്തെ നമ്മൾ ചുരുട്ടി വെച്ചേക്കുന്ന ആ ഹെയറിൻ്റെ ഓവർലാപ്പ് ചെയ്ത് വേണം നമ്മൾ ഇതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്നും ഹെയർ എടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ശരിക്കും ഒരു ഡ്രാഗൺ ക്വീൻ ഇല്ലേ, നമ്മുടെ ഡെനീരിസ് ടർഗാരിസ്, ഗെയിം ഓഫ് ത്രോൺസിലെ ഡെനീരിസ് ടർഗാരിസ് ഇല്ലേ, അവരുടെയൊക്കെ ഒരു ഹെയർ സ്റ്റൈൽ പോലെ ഉണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു രസമായിട്ടത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നമ്മുടെ 5 ഹെയർ സ്റ്റൈൽസും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ആൻഡ് സീ യുവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.